ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറൊക്കെ ആണെങ്കിലും കറികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എന്ത് ഉണ്ടാക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലേക്ക് പോകാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ടിടണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു കപ്പ്, അതായത് 250 ml ഒരു കപ്പിലാണ് റവ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബൗളിലേക്ക്. അപ്പോൾ റവ വറുത്തതാണോ വറുക്കാതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ, കയ്യിലുള്ളത് മതി. പിന്നെ ഇതിൻ്റെ നേരെ ഡബിൾ, അതായത് 2 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഊറി നിൽക്കുന്ന വെള്ളയില്ല, അത് കളയുക കേട്ടോ. നമുക്ക് ഓവർ വെള്ളം വേണ്ട ഈ റവയിലേക്ക്. ഇപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ റവ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ടാവും. അങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം മൊത്തത്തിൽ അങ്ങനെ എന്താ പറയുക അരിച്ചെടുക്കുകയോ പിഴിഞ്ഞെടുക്കുകയോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ട് ആ ഊറി നിൽക്കുന്ന വെള്ളം അങ്ങ് കളയുക, അത്ര മാത്രം. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് കട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നല്ല ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണേ. പിന്നെ എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം റവ സോക്ക് ചെയ്തിട്ടല്ല അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈർപ്പം എന്തായാലും റവയിൽ ഉണ്ടാകും. അടുത്ത ഇതിലേക്ക് 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് പീസ് അളവിൽ ഇഞ്ചി, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവും, ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിൽ എക്സ്ട്രാ വെജീസും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ, പൊരിക്കാതെ കഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാരറ്റ്, സവാള ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിടക്കുകയായിരിക്കും, അപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കാരണം സൈഡൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ചൂടാറുന്ന സമയം കൊണ്ട്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ തനിയെ കഴിക്കാം. ഞാനിതിപ്പോൾ ചെറുതായിട്ടൊന്ന് മുളകൊക്കെ തേച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്കിട്ട് തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് എണ്ണ മതിയിട്ട്, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരിയാണ് ഇട്ടിട്ടുള്ളത്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുന്ന സമയത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അത്യാവശ്യം, അതുകൊണ്ട് തന്നെ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1-2 അല്ലി കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഒരു മസാലയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതി, ഒരുപാട് കൂടണ്ട. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ, ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരല്പം 1-2 പിഞ്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അങ്ങനെ ഇതാ മസാല റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും എല്ലാ സൈഡും മസാല നല്ലപോലെ ഒന്ന് ഇതുപോലെ സ്പാച്ചില കൊണ്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്.
അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവുന്നവർ മൊരിയൊന്നും വേണ്ട, ചെറുതായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആവണം അത്രയും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കിണ്ണത്തൊറോട്ടിയൊക്കെ ചെയ്യുന്നില്ല അതേപോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കാണാനുള്ള ഈ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ കൂടെ സൈഡ് ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നേരത്തെ വേവിച്ചില്ലേ, വേവിക്കുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റും സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. ചൂട് ചായക്ക് സ്നാക്കായിട്ടും കൂടി സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്